ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റേഞ്ചാണ്. റേഞ്ച് ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം റേഞ്ച് ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷന് മുന്നേ നമ്മൾ പഠിച്ചതെന്ന് പറയുന്നത് കേർണൽ ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. എന്തായിരുന്നു കേർണൽ ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ? കേർണൽ ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ടി ഓഫ് വി 0 ആകുന്ന ടി ഓഫ് വി 0 ആകുന്ന എല്ലാ വികളുടെയും കളക്ഷനെ ആയിരുന്നു നമ്മൾ കേർണൽ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് റേഞ്ചാണ്. ഓക്കെ, അപ്പോൾ കേർണൽ അല്ല, നമ്മൾ റേഞ്ചാണ് പഠിക്കാൻ പോകുന്നത്. റേഞ്ച് ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. റേഞ്ച് ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ റേഞ്ചാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണഗതിയിൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? വി എന്ന് പറയുന്ന ഒരു മെട്രിക്സിൽ നിന്നും വി എന്ന് പറയുന്ന ഒരു സെറ്റിൽ നിന്നും ഡബ്ല്യു എന്ന് പറയുന്ന ഒരു സെറ്റിലേക്ക് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അതിനെയാണല്ലോ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അത് എന്ന് പറയുമ്പം ഇവിടെ കുറേ ആൾക്കാർ കാണും, എ ബി സി ഡി ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ നമുക്ക് 1 2 3 4 5 ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ A1 B2 C3 D5 മാപ്പ് ചെയ്യുന്നെന്ന് വിചാരിക്കുക. അങ്ങനാണെങ്കിൽ റേഞ്ച് എന്തായിരിക്കും? സാധാരണഗതിയിൽ നമ്മൾ റേഞ്ച് എന്താണ് പറയുക? എന്താ വിസ്മയ പറയുക? സെറ്റ് റേഞ്ച് എന്തുവാടി? യെസ്, 1 2 3 അതുള്ളോ? 4 ഉണ്ടോ? 4 ഉപയോഗിച്ചിട്ടില്ല. 5 ആണ് നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെയും നമുക്ക് അങ്ങനെ തന്നെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. അതായത് വി എന്ന് പറയുന്ന ഒരു സെറ്റിൽ നിന്നും ഡബ്ല്യു എന്ന് പറയുന്ന ഒരു സെറ്റിലേക്ക് നമ്മൾ മാപ്പിംഗ് ചെയ്യുവാണ്. അപ്പോൾ റിസൾട്ട് എല്ലാം എങ്ങനെയായിരിക്കും വരുന്നത്? ടി ഓഫ് വികളായിട്ടായിരിക്കുമല്ലോ വരുന്നത്, അല്ലേ? അപ്പോൾ ടി ഓഫ് വികളായിട്ടാണ് വരുന്നതെങ്കിൽ നമുക്കിവിടെ റേഞ്ച് എന്ന് പറയുന്നത് റേഞ്ച് ഇസ് ഈക്വൽ ടു, അല്ലെ റേഞ്ച് ഓഫ് ടി ഇസ് ഈക്വൽ ടു എങ്ങനെയായിരിക്കും വരുന്നത്? സെറ്റ് ഓഫ് ഓൾ ഡബ്ല്യൂയിലുള്ള ഡബ്ല്യൂകൾ, കുഞ്ഞ് ഡബ്ല്യു ഇൻ ക്യാപിറ്റൽ ഡബ്ല്യു സച്ച് ദാറ്റ് എന്തായിരിക്കും? ഡബ്ല്യു ഈസ് ഈക്വൽ ടു ടി ഓഫ് വി, അല്ലേ? ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കിട്ടുന്ന ഡബ്ല്യൂകളുടെ എല്ലാം കൂടെ കളക്ഷനാണ് എന്തെന്ന് പറയുന്നത്? റേഞ്ച് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കിത് ഒറ്റയടിക്ക് തന്നെ സെറ്റ് ഓഫ് ടി ഓഫ് വി വേർ വി എലമെന്റ് ഓഫ് ക്യാപിറ്റൽ വി എന്ന് എഴുതാം. ടി ഓഫ് വികളുടെ എല്ലാം കളക്ഷൻ. ഓക്കെ, ഡബ്ല്യുവിൻ്റെ മൊത്തത്തിലുള്ള കളക്ഷൻ അല്ല. ഡബ്ല്യു എന്ന് പറയുന്നത് കോഡൊമെയിൻ ആണ്. ടി ഓഫ് വി ആണ് വികളിലെ എലമെന്റ്സ് ഇമേജ് എന്ന് പറയുന്നത്. ആ ഇമേജുകളുടെ എല്ലാം കൂടെ കളക്ഷനാണ് എന്തെന്ന് പറയുന്നത്? റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? റേഞ്ച് എന്താണെന്ന് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു തിയറത്തിലോട്ട് പോകാം. നമ്മൾ കേർണൽ ഒരു സബ്സ്പേസ് ആണ് എന്ന് പഠിച്ചു. കേർണൽ ഒരു സബ്സ്പേസ് ആണെന്ന് നമ്മൾ എങ്ങനെ അപ്രൂവ് ചെയ്തേ? 2 ആൾക്കാരെ അതിനകത്തു നിന്ന് എടുത്തു, V1 V2 എടുത്തിട്ട് എന്ത് ചെയ്തു? V1 + V2 അവിടെ ഉണ്ട് എന്ന് കാണിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ W1 W2 2 എലമെൻറ്റ്സ് നമ്മൾ എടുക്കുന്നു. 2 എലമെൻറ്റ്സ് നമ്മൾ എടുത്തിട്ട് അവരുടെ അഡീഷൻ, അതായത് W1 + W2 എലമെന്റ് ഓഫ് റേഞ്ച് ആണെന്ന് കാണിക്കണം. ഓക്കെ, എലമെന്റ് ഓഫ് റേഞ്ച് ആണെന്ന് കാണിക്കണം. അതുപോലെ തന്നെ സിയും W1 എടുത്തിട്ട് CW1 എന്ന് പറയുന്നതും റേഞ്ചിലെ എലമെന്റ് ആണെന്ന് കാണിക്കണം. ഇതല്ലേ സബ്സ്പേസിൻ്റെ ഇത്? ഇന്നലെ നമ്മൾ അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ സബ്സ്പേസ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഇവിടെ ഉണ്ടെന്ന് കാണിക്കണം. അതിനാദ്യം ഞാൻ W1 + W2 എടുത്തു. ഈ W1 എന്ന് പറഞ്ഞാൽ എന്താണ്? W1 എന്ന് പറഞ്ഞാൽ V1 ട്രാൻസ്ഫോർമേഷൻ ഓഫ് V1 ആണ് W1. അതുപോലെ തന്നെ W2 എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് V2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് W1 എങ്ങനെ എഴുതാം? ടി ഓഫ് V1 എന്ന് എഴുതാം. W2 നമുക്ക് ടി ഓഫ് V2 എന്ന് എഴുതാമല്ലോ. ഇനി
വി എന്ന് പറയുന്നത് ക്യാപിറ്റൽ വിക്കകത്തെ എലമെന്റ്സ് ആണല്ലോ. ഈ ക്യാപിറ്റൽ വി എന്ന് പറയുന്നത് എന്താണ്? ഒരു വെക്റ്റർ സ്പേസ് ആണ്. വെക്റ്റർ സ്പേസ് ആണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഇതിനെ എങ്ങനെ എഴുതാം? ടി ഓഫ് v1 പ്ലസ് v2 എന്ന് എഴുതാമല്ലോ. ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? ടി ഓഫ് എന്തോ ഒരു സാധനം അല്ലേ? ടി ഓഫ് എന്തോ ഒരു സാധനം, ആ ഒരു സംഭവം എന്ന് പറയുന്നത്, അതായത് v1 പ്ലസ് v2 എന്ന് പറയുന്ന ആൾ ഏതായാലും വിയിൽ കാണുമല്ലോ. കാരണം വി ഒരു വെക്റ്റർ സ്പേസ് ആണ്. 2 എലമെന്റ്സ് അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ അഡീഷൻ അവിടെ കാണും. കാരണം എന്താണ്? അതൊരു വെക്റ്റർ സ്പേസ് ആണ്. ആണെങ്കിൽ ക്ലോഷർ പ്രോപ്പർട്ടി അവിടെ കാണും. അതുകൊണ്ട് 2 ആഡ് ചെയ്താലും വിയിലുണ്ട്. അങ്ങനാണെങ്കിൽ വിയിലുള്ള 2 എലമെന്റ്സിന്റെ സമ്മും അവിടെ കാണുമല്ലോ. ഓക്കെ, വിയിലുള്ള ഒരാളുടെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എവിടെ കാണും? ഡബ്ല്യൂവിൽ കാണും. അപ്പം ഈ സംഭവം എലമെന്റ് ഓഫ് റേഞ്ച് ആണ്, റേഞ്ച് ഓഫ് ടി ആണ്. മനസ്സിലായോ? അതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? w1 പ്ലസ് w2 നമ്മൾ എടുത്തു. w1 എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് v1 ഉം w2 എന്ന് പറഞ്ഞാൽ ടി ഓഫ് v2 ആണ്. നമുക്ക് വി ഒരു വെക്റ്റർ സ്പേസ്, v1 v2 എന്ന് പറയുന്നത് ക്യാപിറ്റൽ വിയിലെ എലമെന്റ്സ് ആണ്. ക്യാപിറ്റൽ വി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ സ്പേസ് ആണ്. അതുകൊണ്ട് ടി ഓഫ് v1 പ്ലസ് ടി ഓഫ് v2 എന്ന് പറഞ്ഞാൽ ടി ഓഫ് v1 പ്ലസ് v2 ആണ്. അത് ടി ഓഫ് എന്ന രീതിയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് എന്താണ്? റേഞ്ചിലുള്ള ആൾക്കാരാണ്. ഇതുപോലെ തന്നെ നമുക്ക് CW1 എടുക്കാം. CW1 എന്ന് പറയുമ്പോൾ C ഇൻറ്റു ടി ഓഫ് v1 ആണ്. ഇത് വെക്റ്റർ സ്പേസ് അല്ലേ? അപ്പം നമുക്ക് ഇതിനെ എന്തെഴുതാം? ടി ഓഫ് CV1 എന്ന് എഴുതാം. ഇതും ടി ഓഫ് രീതിയിലാണ് കിടക്കുന്നത്. ടി ഓഫ് രീതി കിടന്നു കഴിഞ്ഞാൽ എലമെന്റ് ഓഫ് റേഞ്ച് ആണ്. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അത് ഡൗട്ട് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് അതിൻ്റെ പ്രൂഫൊക്കെ സിമ്പിളാണ്. ഒരെണ്ണം പഠിച്ചാൽ മറ്റേതും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കേർണല് ഒരു സബ്സ്പേസ് ആണെന്ന് പറഞ്ഞു. ഇപ്പം റേഞ്ച് ഒരു സബ്സ്പേസ് ആണെന്ന് പറയുന്നു. അപ്പം ഈ കേർണലും റേഞ്ചും ആണ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ 2 സബ്സ്പേസസ്. ഓക്കെ, ബാക്കിലോട്ട് പോട്ടെ, ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ മക്കളെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല എന്ന് വിശ്വസിക്കുന്നു. നീലകണ്ഠൻ ഉണ്ടോടാ? കേറിയില്ലേ? ശരി, ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 1 എഴുതാൻ പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഫൈൻഡ് ദ റേഞ്ച് ഓഫ്. എടാ, നിങ്ങൾ ഞാൻ പറയുന്നത് കട്ടായി പോയോന്ന് അറിയാനും കൂടെ വേണ്ടിയാണ് നിങ്ങളെ ഞാൻ വിളിക്കുന്നത്. അഭിരാമി, ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ അല്ലേ? ബാക്കി പറഞ്ഞോട്ടെ. ശരി. ഫൈൻഡ് ദ റേഞ്ച് ഓഫ് ദി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി ഫ്രം R3 ടു R2. R3യിൽ നിന്ന് R2ലോട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻഡ് ബൈ ടി ഓഫ് വി ഈസ് ഈക്വൽ ടു AV ആണ്. അതിനകത്ത് A എന്ന് പറയുന്ന മെട്രിക്സ് 1 0 -2 2 1 1 ആണ്. നമുക്ക് ബേസിസ് കൂടെ കണ്ടുപിടിക്കണം. അതവിടെ നിൽക്കട്ടെ, ബേസിസ് അവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? റേഞ്ച് കണ്ടുപിടിക്കണം. റേഞ്ചിന്റെ ഡെഫിനേഷൻ എന്താ? റേഞ്ച് ഓഫ് ടിയുടെ ഡെഫിനേഷൻ എന്താ? സെറ്റ് ഓഫ് ഓൾ W in capital W such that എന്താ? such that W is equal to T of V, V element of capital V. ഇതല്ലേ നമ്മുടെ ഡെഫിനിഷൻ. ഇതിനകത്തോട്ട് അറിയാവുന്ന ആൾക്കാരെയൊക്കെ കൊടുക്കുക. W എന്ന് പറയുന്നത് എന്താണ്? R2 ആണ്. W is equal to T of V എന്ന് പറഞ്ഞാൽ AV ആണ്. V element of capital V എന്ന് പറയുന്നത് R3 ആണ്. ഓക്കെ, ഇനി R2ലെ എലമെന്റിനെ നമ്മൾ എങ്ങനെ എഴുതും? W1 W2 element of R2 such that W1 W2 നമുക്ക് അതിനെ മെട്രിക്സ് ആയിട്ട് എഴുതാം അല്ലേ? ഓക്കെ, മെട്രിക്സ് ആയിട്ട് എഴുതാം. W1 W2 is equal to A എന്താ?
1 0 minus 2 2 1 1 ഇൻറ്റു വി എന്താണ്? വി 3 പേരുണ്ട്. വി ഇൻ R3 ആണ്. V1 V2 V3. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? W1 W2 element of R2 such that W1 W2 is equal to, ഇനി ഈ സാധനത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? V1 minus 2V2 plus V3 2V1 plus V3. ഓക്കെ, ഇത്രയും ചെയ്യാൻ നിങ്ങൾക്കറിയാം എന്ന് എനിക്കും അറിയാം. ഇനിയും നമ്മൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. W1 W2 എലമെന്റ് ഓഫ് R2 എടുക്കുക. W1 W2 is equal to, ഇനി നമുക്കിതിനെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പോവാ. അതായത് V1 ഇൻറ്റു എന്ത് വരും? V1ൻ്റെ കോയഫിഷ്യൻ്റ് നോക്കാം. മേളി 1ഉം താഴെ, എടാ നിങ്ങൾ എന്താ ആരും പറയാൻ, ഇത് V2 അല്ലേ? കണ്ടോ, ശ്രദ്ധിക്കുന്നേ ഇല്ല. V2 ആണ്. അപ്പം 1 0, പിന്നെ -2 2 1 1 അല്ലേ? ഇങ്ങനെയാണല്ലോ. സോറി, ഇത് ഓക്കെ. V1ൻ്റെ 1 0 പ്ലസ് V2ൻ്റെ -2 2 പ്ലസ് V3ൻ്റെ 1 1. ഓക്കെ അല്ലേ? നമ്മൾ ഓരോന്നിൻ്റെ കോഎഫിഷ്യൻസ് എഴുതി. ഇനി നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ W1 W2 ഉണ്ടല്ലോ, W1 W2നെ നമുക്ക് ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടല്ലോ. ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അതായത് കോളം വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും W1 W2 എന്ന് പറയുന്നത് എലമെന്റ് ഓഫ് കോളം സ്പേസ് ഓഫ് എ മെട്രിക്സ് എ ആണ്. ഓക്കെ, കോളം മെട്രിക്സ്, കോളം വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? W1 W2 എലമെന്റ് ഓഫ് കോളം സ്പേസ് ആണ് ഓഫ് എ, ഒരു മെട്രിക്സ് എ. ഓക്കെ, ഇനി ഈ കോളം സ്പേസ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് എനിക്കറിയാം. അതവിടെ നിൽക്കട്ടെ. അതിന് മുന്നേ നമ്മൾ ഈ എ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അത് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് ഇവിടെ ഒരു മെട്രിക്സ് ഉണ്ട്, ഇവിടെ ഒരു മെട്രിക്സ് ഉണ്ട്, ഇവിടെ ഒരു മെട്രിക്സ് ഉണ്ട്. ആ പറയുന്ന ആൾക്കാരെ എല്ലാം നമ്മൾ ഒരുമിച്ച് എഴുതുന്നു. 1 1. ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സ്. ഓക്കെ, ഇനി എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കിട്ടിയാൽ മാത്രം പോരാ, നമുക്കതിൻ്റെ റെഡ്യൂസ്ഡ് റോ ഇക്ലോൺ ഫോം, റെഡ്യൂസ്ഡ് റോ ഇക്ലോൺ ഫോം, അതിൻ്റെ ഷോർട്ട് ഫോം ആണ് RREF. റെഡ്യൂസ്ഡ് റോ ഇക്ലോൺ ഫോം RREF കണ്ടുപിടിക്കണം. അതിന് ഞാൻ ജസ്റ്റ് A സ്റ്റാർ എന്ന് ഇട്ടു. A സ്റ്റാർ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് റോ ഇതാണ്. അപ്പോൾ നമ്മൾ 1 -2 1, 1ൻ്റെ താഴെ 0 ആണ്. പക്ഷെ നമ്മുടെ ഡയഗണൽ എൻട്രി ഇത് 1 അല്ലല്ലോ, ഇതിനെ നമുക്ക് 1 ആക്കണം. ഇതിനെ 1 ആക്കാൻ എന്ത് ചെയ്യണം? R2 gives R2/2 ചെയ്താൽ പോരെ. അപ്പം എന്തായി? 1 1/2. ഓക്കെ, ഇനി കഴിഞ്ഞില്ല, ഡയഗണൽ എൻട്രീസ് 1 ആക്കണം. ഡയഗണൽ എൻട്രീസിൻ്റെ മേളിലും താഴെയും ഉള്ളവരെ എല്ലാം 0 ആക്കണം. അപ്പോൾ അടുത്ത നമ്മുടെ ജോലി ഈ സാധനത്തെ -2നെ 0 ആക്കണം. അതിനെ 0 ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? 0 1 1/2 എന്ത് ചെയ്യാം? R1 gives R1 +2 R2 ചെയ്താൽ മതി. നമുക്ക് എന്ത് വരും? ഇവിടെ 1 വരും, ഇനി ഇവിടെ 0 വരും, പിന്നെ R1 + 2 R2 എന്ത് വരും? ഇവിടെ 2 വരും.
ഇതാണ് റെഡ്യൂസ്ഡ് റോ ഇക്കലോൺ ഫോം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ സൈഡിൽ വല്ലതും നിങ്ങൾ എഴുതിയിടുക. ഡയഗണൽ എൻട്രീസ് എന്തായിരിക്കണം? 1 ആയിരിക്കണം. അതുപോലെ തന്നെ ഡയഗണൽ എൻട്രീസിൻ്റെ മുകളിലും താഴെയുമുള്ളവർ, ഓക്കെ, ദി എലമെൻറ്റ്സ് എബവ് ആൻഡ് ബിലോ ദി ഡയഗണൽ എൻട്രീസ് ഷുഡ് ബി 0. ഡയഗണൽ എൻട്രീസ് ഒക്കെ 1 ആവണം. ഡയഗണൽ എൻട്രീസിൻ്റെ മേളിലും താഴെ ഉള്ളവരെല്ലാം എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇത്രയും മനസ്സിലായോ? ഇത്ര മനസ്സിലായി. ഇനി വേറൊരു കാര്യം പറയാൻ വേണ്ടി പോവാണ്. റെഡ്യൂസ്ഡ് റോ ഇക്വലോൺ ഫോം വില മനസ്സിലായോ മക്കളെ? അഭിരാം ഉണ്ടോടാ? മനസ്സിലായോടാ? ഓക്കെ, ശരി. അപ്പം ഞാൻ ഇതിൻ്റെ ബാക്കിയിലോട്ട് പോവാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കണേ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്തതിലോട്ട് പോവാന്ന് പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് വരെ കണ്ടുപിടിച്ചു? റെഡ്യൂസ്ഡ് റോ ഇക്വലോൺ ഫോം വരെ കണ്ടുപിടിച്ചു. നമ്മൾ ഇപ്പോഴും കോളം സ്പേസ് എന്താണെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. ഇനി കോളം സ്പേസ് കണ്ടുപിടിക്കാൻ, ഓക്കെ, കോളം സ്പേസ് കണ്ടുപിടിക്കാൻ നമുക്ക് 2 കാര്യങ്ങൾ ഓർത്ത് വെച്ചോണം. ഒന്ന്, നമുക്ക് 2 റോ ആണല്ലോ ഉള്ളത്. ആ 2 റോയിലെയും ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് നോക്കുക. 2 റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ്. അപ്പൊ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് എവിടാ കിടക്കുന്നേ? ഫസ്റ്റ് കോളത്തിലാണല്ലോ കിടക്കുന്നേ. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് എടുക്കുക. അതാണ് പിവോട്ട് എലമെന്റ് ഓക്കെ ഓഫ് R1. R1ന്റെ പിവോട്ട് എലമെന്റ് ആണ് ഇത്. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ഏതാ? ഇതാണ് പിവോട്ട് എലമെന്റ് ഓഫ് R2. ഓക്കെ, പിവോട്ട് എലമെന്റ് ഓഫ് R1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ്. പിവോട്ട് എലമെന്റ് ഓഫ് R2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ്, ആദ്യം വരുന്ന നോൺ സീറോ എലമെന്റ്. ഓക്കെ, ഇനി R1ന്റെ പിവോട്ട് എലമെന്റ് എവിടെയാണോ കിടക്കുന്നത് അതാണ് പിവോട്ട് കോളം. ആ കോളമാണ് പിവോട്ട് കോളം. അപ്പൊ ഇതിനകത്തെ R1ന്റെ പിവോട്ട് കോളം ഏതാ? നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സൈഡിലോട്ടെങ്ങാനും എഴുതിക്കോ. പിവോട്ട് കോളം ഓഫ് R1 ഈസ് C1. അതുപോലെ പിവോട്ട് കോളം ഓഫ് R2 ഈസ് C2. ഓക്കെ, ഈ പിവോട്ട് കോളത്തിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് എയിൽ വരുന്ന കോളം നോക്കണം. ഓക്കെ, അതായത് ഫസ്റ്റ് ഇതാണല്ലോ നമ്മുടെ പിവോട്ട് കോളം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എയിൽ വരുന്ന കോളം ഏതാ? 1 0 എന്നുള്ള കോളമാണ്. ഓക്കെ, അങ്ങനാണെങ്കിൽ ഓക്കെ, ആ ഒരു സെറ്റ് നമ്മൾ അവിടെ നിൽക്കട്ടെ. അത് ഞാൻ ഇവിടോട്ട് എഴുതുക. 1 0 1 0 ഞാൻ ഇവിടെ എഴുതി. ഓക്കെ, ഇനി നോക്കിക്കേ, വേറൊരു കളർ എടുക്കാം. ഓക്കെ, നമുക്ക് സെക്കൻഡ് വന്നത് ഇതാണ് അല്ലേ? സെക്കൻഡ് വന്നത് 0 1 എന്ന് പറയുന്ന സെക്കൻഡ് കോളമാണ്. എയിൽ സെക്കൻഡ് കോളം വരുന്നത് ഏതാന്ന് നോക്കണം. -2 2 ആണ്. അങ്ങനാണെങ്കിൽ രണ്ടാമത്തേത് -2 2 ആണ്. ഓക്കെ, മൂന്നാമത്തെ ഇല്ല, കാരണം 2 റോയല്ലേ ഉള്ളൂ. കൂടി വന്നാൽ 2 എണ്ണേ വരത്തുള്ളൂ. ഓക്കെ, ഇനിയും ഇത് സ്പാൻ ഓഫ് ഈ സംഭവമാണ് എന്തെന്ന് പറയുന്നത്? കോളം സ്പേസ് എന്ന് പറയുന്നത്. കോളം സ്പേസ് എന്ന് പറയുന്നത് എന്താ? ഈ പിവോട്ട് കോളംസ് എയുടെ ഏത് കോളത്തെ കറസ്പോണ്ട് ചെയ്യുന്നോ അതിനകത്തെ എലമെൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? കോളം സ്പേസ് എന്ന് പറയുന്നത്. ഇനി
നിങ്ങൾ ഇനി പേടിക്കൊന്നും വേണ്ട. കോളം സ്പേസ് കിട്ടിയാൽ പിന്നെ എളുപ്പമാണ്. കാരണം കോളം സ്പേസ് തന്നെയാണ് റേഞ്ച് ഓഫ് ടി. കോളം സ്പേസ് തന്നെയാണ് റേഞ്ച് ഓഫ് ടി. കാരണം അതിനെ നമ്മൾ എഴുതുന്നത് സ്പാൻ സെറ്റ്. ഇത് മെട്രിക്സ് രീതിയിൽ എഴുതുന്നു, ഇത് വെക്റ്റർ രീതിയിൽ എഴുതുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ റേഞ്ച്. ഓക്കെ, അതിൽ പിവോട്ട് കണ്ടുപിടിക്കുന്നതിലാണ് തെറ്റാൻ പാടില്ലാത്തത്. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ്, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പിന്നെ തെറ്റാൻ സാധ്യത ഇവിടുത്തെ എലമെന്റ്സ് കയറി എഴുതും നിങ്ങൾ. അങ്ങനെ എഴുതരുത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എയിലുള്ള ആളും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എയിലുള്ള ആളും, അവർ രണ്ടുപേരെയുമാണ് നമ്മൾ സെറ്റിനകത്ത് എഴുതിയിട്ട് അതിൻ്റെ സ്പാൻ എന്ന് പറയുന്നതാണ് കോളം സ്പേസ്. അത് തന്നെയാണ് റേഞ്ച്. ഒറ്റ വ്യത്യാസമുള്ളൂ, ഇവിടെ മെട്രിക്സ് ആയിട്ട് എഴുതി, ഇവിടെ വെക്റ്ററായിട്ട് എഴുതി. ഓക്കെ, ഇനിയും നമ്മളോട് ചോദിച്ചേക്കുന്ന ഒരു കാര്യം കൊണ്ടുണ്ട്, ബേസിസ് കണ്ടുപിടിക്കാൻ. അത് വലിയ കാര്യമൊന്നുമില്ല, കാരണം ഈ സ്പാനിനകത്ത് കിടക്കുന്ന രണ്ടുപേര് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ലേ. അപ്പം സ്പാനും ചെയ്യുന്നുണ്ട്, ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ഉണ്ടെങ്കിൽ ബേസിസ് എന്താണ്? ബേസിസ് ഈ അകത്തെ ആള് എഴുതിയാൽ മതി. -2 2 ഇത് ബേസിസ്. ഇനി ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരുന്നെങ്കിൽ ബേസിസ് ആവത്തില്ലായിരുന്നു. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ടാണ് ബേസിസ് ആയത്. ഇനി നിങ്ങൾക്കൊരു സംശയം വരെ, എന്താണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 1 3 ആണ് എലമെൻ്റ് എങ്കിൽ 2 6 എടുത്തു കഴിഞ്ഞാൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ്, മൾട്ടിപ്പിൾ അല്ലേ. അതുപോലെ -1 -3യും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. മൾട്ടിപ്പിൾ ആവാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്പിൾ അല്ലല്ലോ, ഏതായാലും മൾട്ടിപ്പിൾ ആവത്തില്ല. അപ്പോൾ പിന്നെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ബേസിസ് ആയിരിക്കും. ഓക്കെ ആണോ? സംശയമുണ്ടോ? എവിടെയെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ഏതെങ്കിലും സ്ഥലമുണ്ടോ? ഒന്നുമില്ലെങ്കിൽ ഞാൻ അടുത്തതിലോട്ട് പോട്ടെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. സെക്കൻഡ് ക്വസ്റ്റ്യനകത്ത് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ വരുന്നത് ടി ഫ്രം R2-ൽ നിന്ന് R2-ലേക്കാണ്. T of V is equal to AV തന്നെയാണ്. പിന്നെ എ എന്ന് പറയുന്ന മെട്രിക്സ് 1 -3 2 -6 ആണ്. നമുക്ക് ബേസിസും കൂടെ കണ്ടുപിടിക്കണം. ഓക്കെ, റേഞ്ച് ഓഫ് ടിയുടെ ഡെഫിനിഷൻ എഴുതി, W in R2 such that W is equal to AV. AVക്ക് മുന്നേ നമുക്ക് T of V എന്ന് എഴുതണം, അത് കഴിഞ്ഞിട്ട് AV ആയി V in R2. നമുക്ക് W എന്ന് പറയുന്ന R2-ലെ എലമെൻ്റ്, അപ്പോൾ W1 W2 എന്ന് എഴുതി in R2 such that. ഇനി W1 W2 A എഴുതുക 1 -3 2 6, V എഴുതുക, വിയും R2-ലെ എലമെൻ്റ്, അപ്പോൾ V1 V2 മതി. ഓക്കെ, പിന്നെന്താ നമ്മൾ ചെയ്യുക? ഇതേണ്ട ഇത് ഈസ് ഈക്വൽ ടു അല്ലേ, അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇവിടെ മാത്രം ഞാൻ അങ്ങ് എഴുതി പോവാണേ. V1 + 2V2 കിട്ടും. ഇത് -3 V1 -6 V2 കിട്ടും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതണം. V1 × 1 3യും പ്ലസ് V2 × 2 -6ഉം വരും. ഓക്കെ, അത് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും വന്നതിന് ശേഷം നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതണം. എ എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? 1 3 2 -6. ഇനി നോക്കിക്കേ, ഇതും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ? × 3 അല്ലേ? × 3 ചെയ്താൽ പോരെ? എവിടെ? ഓ, മൈനസ് ഉണ്ടല്ലേ. ഓ സോറി, ഞാൻ കണ്ടില്ല. ഓക്കെ, മൈനസ് ഉണ്ട്, ഇവിടെയും മൈനസ് ഉണ്ട്. ശരി, ഓക്കെ. അപ്പം A is equal to A* എന്ത് വരും? A* എന്ത് വരും? 1 2 0 0 വരും. കാരണം R2 gives R2
R2 ഇൻറ്റു അല്ല R2 മൈനസ് R2 പ്ലസ് 3R1 വരും അല്ലേ? ഓക്കെ, അപ്പം നിങ്ങൾ ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ പിവോട്ടിലേക്ക് പോകാം. ഇതാണല്ലോ നമ്മുടെ പിവോട്ട്, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ്. അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ എന്ത് എഴുതി? എയിലുള്ള ആളിനെ എഴുതി. ഒരു മിനിറ്റ് എനിക്ക് എഴുതാം. ഓക്കെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എയിലുള്ള ആളാരാ? 1 - 3 എഴുതി. ഓക്കെ, പക്ഷേ രണ്ടാമത്തെ നോക്കിയേ, ഇവിടെയും സീറോയാ ഇവിടെയും സീറോയാ. അപ്പം നമുക്കൊരു പിവോട്ട് എലമെന്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഇത് മാത്രം മതി നമ്മുടെ സ്പാനിൽ. സ്പാൻ ഓഫ് ഇതാണ് എന്ത്? കോളം സ്പേസ്. കോളം സ്പേസ് എന്ന് പറയുന്നത് സ്പാൻ ഓഫ് ഇത് മാത്രമാണ്. ഇനി ഒബ്വിയസ്ലി ഒരാളെ ഉള്ളൂ, അയാൾ എന്തായാലും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അങ്ങനാണെങ്കിൽ അതിന് മുന്നേ നമുക്ക് എന്താ റേഞ്ച് എഴുതണം അല്ലേ? റേഞ്ച് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഈ എന്ത് തന്നെയാണ്? സ്പാൻ ഓഫ് 1 - 3 വെക്ടറായിട്ട് നമ്മൾ എഴുതി. പിന്നെ ബേസിസ് എന്ന് ആണല്ലോ. ബേസിസ് എന്താ? കാരണം ഇത് ഒരാളല്ലേ ഉള്ളൂ, അവൻ എന്തായാലും എന്താണ്? ഡിപ്പെൻഡൻ്റ് ആണോ? അല്ല, ഇൻഡിപെൻഡൻ്റ് ആണ്. സോ 1 - 3 ആണ് ബേസിസ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ടില്ല? ഡൗട്ടില്ലെങ്കിൽ ഞാൻ അടുത്ത സെക്ഷനിലോട്ട് പോട്ടെ. അടുത്ത സെക്ഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ശരി. ഇനിയും പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചോണം. നമ്മുടെ 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. റാങ്കും ഉണ്ട്, നള്ളിറ്റിയും ഉണ്ട്. ഓക്കെ, റാങ്കും ഉണ്ട്, നള്ളിറ്റിയും ഉണ്ട്. ഈ റാങ്ക് എന്ന് പറഞ്ഞാൽ റേഞ്ചിൻ്റെ ബേസിസിൽ എത്ര ആൾക്കാരുണ്ടെന്ന്. ഓക്കെ, എത്ര ആൾക്കാരുണ്ടോ അതാണ് റാങ്ക്. നള്ളിറ്റി എന്ന് പറഞ്ഞാൽ കേർണലിൻ്റെ ബേസിസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് അതാണ്. അതായത് ഞാനൊരു കാര്യം ചോദിക്കാം. വി എന്ന് പറയുന്ന ഒരു വെക്റ്റർ സ്പേസ് ഞാൻ എടുത്തു. R2 ആണ് വി എങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് എന്താ? സ്റ്റാൻഡേർഡ് ബേസിസ് എന്താ അഭിരാമേ? R2ന്റെ സ്റ്റാൻഡേർഡ് ബേസിസ് എന്തുവാടാ? യെസ്, 1 0 0 1. ഇതിനകത്ത് എത്ര പേരുണ്ട്? 2 പേര്. അങ്ങനാണെങ്കിൽ ഇതിൻ്റെ ഡയമെൻഷൻ ആണ് എന്തെന്ന് പറയുന്നത്? 2 എന്ന് പറയുന്നത് അല്ലേ? ഇതിനകത്ത് എത്ര പേരുണ്ടോ അതിനെ അല്ലേ നമ്മൾ ഡയമെൻഷൻ എന്ന് വിളിക്കുന്നത്? ഓർമ്മയില്ലേ അത്? ഡയമെൻഷൻ എന്ന് വിളിക്കുന്നത് എന്താണ്? വെക്റ്റർ സ്പേസിൻ്റെ ബേസിസിൽ എത്ര ആൾക്കാരുണ്ടെന്ന്. ഏത് ബേസിസ് വേണമെങ്കിലും എടുക്കാം, പക്ഷെ നമ്മൾ ഇവിടെ സ്റ്റാൻഡേർഡ് ബേസിസ് ആണ് എടുക്കുന്നത്. കാരണം എളുപ്പം നമുക്ക് സ്റ്റാൻഡേർഡ് ബേസിസ് അറിയാവുന്നത് കൊണ്ടാണ് എടുക്കുന്നത്. ഇപ്പം വി എന്ന് പറയുന്നത് R5 ആണെങ്കിൽ ബേസിസിനകത്ത് എത്ര പേര് കാണും? 5 പേര് കാണത്തില്ലേ? യെസ്, 5 പേര് കാണും. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ എന്താ? ഡയമെൻഷൻ 5 ആണ്. അതുപോലെ തന്നെ ഇവിടെയും റേഞ്ചിൻ്റെ ബേസിസിനകത്ത് എത്ര പേരുണ്ടോ അതാണ് റാങ്ക്. കേർണലിൻ്റെ ബേസിസിൽ എത്ര പേരുണ്ടോ അതാണ് നള്ളിറ്റി. ഓക്കെ, അതൊന്ന് ഓർത്ത് നോക്കിയാൽ മതി. റേഞ്ചും റാങ്ക്. പിന്നെ കേർണൽ എന്ന് പറഞ്ഞാൽ എന്താ? 0 വരുന്ന ആളല്ലേ, അപ്പം നള്ളിറ്റി. ആ പേര് മാറിപ്പോരുത്. റേഞ്ചിൻ്റെ റാങ്കും കേർണലിൻ്റെ നള്ളിറ്റി. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ അതിനകത്തുണ്ട്. എടുക്കാം. ഓക്കെ, റാങ്കും നള്ളിറ്റിയും തമ്മിലൊരു ബന്ധമുണ്ട്. റാങ്ക് ഓഫ് ടി പ്ലസ് നള്ളിറ്റി
ഓഫ് ടി എന്ന് പറയുന്നതാണ് ഡയമെൻഷൻ ഓഫ് വി. വെക്റ്റർ സ്പേസിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്, വെക്റ്റർ സ്പേസിന്റെ ഡയമെൻഷൻ നമ്മൾ n എന്നല്ലേ എഴുതുന്നത്. ഈ n എന്ന് പറഞ്ഞാൽ റാങ്ക് പ്ലസ് നള്ളിറ്റി ആണ്. ഓക്കെ, അത് നമുക്ക് ചില പ്രോബ്ലത്തെ ഡയറക്റ്റ് ആയിട്ട് നമ്മളോട് ചിലപ്പം ഡയമെൻഷൻ തന്നിട്ടുണ്ടായിരിക്കും, നള്ളിറ്റിയും തന്നിട്ടുണ്ടെങ്കിൽ റാങ്ക് കണ്ടുപിടിക്കാൻ ചോദിക്കും. അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്, അല്ലെ റാങ്കും നള്ളിറ്റിയും തന്നിട്ട് ഡയമെൻഷൻ ചോദിക്കും. അതിനു വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഇതുണ്ട്, റാങ്ക് ഓഫ് ടി. ഓക്കെ, അതായത് നമ്മൾ ടി ഓഫ് വി ഇസ് ഈക്വൽ ടു എ വി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ എടുക്കുവാണെങ്കിൽ റാങ്ക് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ഡയമെൻഷൻ ഓഫ് റേഞ്ച് ആണല്ലോ. റേഞ്ചിനകത്തെ എത്ര പേരുണ്ട്, അതിൻ്റെ ബേസിസിൽ എത്ര പേരുണ്ടോ അതാണല്ലോ ഡയമെൻഷൻ. അതിൻ്റെ ഡയമെൻഷൻ ആണല്ലോ ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ. റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പിലത്തെ പ്രോബ്ലത്തിൽ വന്നായിരുന്നു, കോളം സ്പേസ് തന്നെയാണ്. കോളം സ്പേസ് തന്നെയാണ് നമ്മൾ എഴുതുന്നത്. ഈ കോളം സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? കോളം സ്പേസ് ഓഫ് എ എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എ ആണ്. അപ്പം നമുക്ക് റാങ്ക് ഓഫ് എ കണ്ടുപിടിച്ചാലും മതി. എന്തിന്? റാങ്ക് ഓഫ് ടി കണ്ടുപിടിക്കാൻ. അതായത് റാങ്ക് ഓഫ് ടി കണ്ടുപിടിക്കാൻ നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ടല്ലോ, ആ മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിച്ചാലും മതി. ഓക്കെ, അതിനു വേണ്ടിയാണ് അവരങ്ങനെ എഴുതിയത്. അത്രയൊന്നും നോക്കിയില്ലെങ്കിലും റാങ്ക് ഓഫ് ടി എന്ന് പറയുന്നത്, ട്രാൻസ്ഫോർമേഷൻ്റെ റാങ്ക് എന്ന് പറയുന്നത് മെട്രിക്സിൻ്റെ റാങ്കുമായിട്ട് ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണോ? ഇനിയും പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഞാൻ കാണിക്കുന്നില്ല. അടുത്ത റാങ്ക് ആൻഡ് നള്ളിറ്റിയുടെ ക്വസ്റ്റ്യൻസിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഞാൻ ആ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുന്നേ ഉള്ളൂ, പറയാൻ ഒന്നും പോകുന്നില്ല. കാരണം നിങ്ങൾക്ക് ബേസിസ് വരെ കണ്ടുപിടിക്കാനുള്ളത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ പ്രോബ്ലങ്ങളിലെല്ലാം പഠിച്ചു. ആ ബേസിസിനകത്ത് എത്ര പേരുണ്ട് എന്നുള്ളതാണ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ. അതാണ് കേർണലിൻ്റെ ബേസിസിൽ എത്ര പേരുണ്ടോ അതാണ് നള്ളിറ്റി, ആൻഡ് റേഞ്ചിൻ്റെ ബേസിസിൽ എത്ര പേരുണ്ടോ അതാണ് റാങ്ക് എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Let T from R2 to R2 be a linear transformation such that T of V is equal to AV and where A is equal to 3, 2, minus 9, minus 6. Find kernel of T, nullity, range, rank. ആദ്യം നമുക്ക് കേർണൽ ഓഫ് ടി ഡെഫിനേഷൻ അനുസരിച്ച് എഴുതാം. സെറ്റ് ഓഫ് ഓൾ വി ഇൻ R2 സച്ച് ദാറ്റ് ടി ഓഫ് വി ഈസ് ഈക്വൽ ടു 0. പിന്നെ ടി ഓഫ് വിക്ക് വരെ എ വി കൊടുത്തു, എയും വിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ആ ഇക്വേഷൻ രണ്ടും ഈക്വൽ ആണ്. നിങ്ങൾ നോക്കിയാൽ മതി, അത് രണ്ടും ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ടാണ് ഒരെണ്ണം എഴുതിയത്. നിങ്ങൾക്ക് ഇതല്ലെങ്കിൽ ഗോസ് എലിമിനേഷൻ വെച്ചിട്ടാണെങ്കിലും V1 V2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. പക്ഷേ നിങ്ങൾ നോക്കിക്കേ, രണ്ട് വേരിയബിളും ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരു വേരിയബിളിന് ടി എന്ന് കൊടുക്കണം. ഇവിടെ V2 എന്ന് പറഞ്ഞാൽ ടി കൊടുത്തു, V1 അപ്പം -2/3 ടി എഴുതി. കേർണൽ നമ്മൾ V1 V2 എന്നല്ലേ എഴുതുന്നത്, സെറ്റ് ഓഫ് ഓൾ V1 V2 ആണ്. അപ്പം -2/3 ടി കോമ ടി, ഇതിൽ നിന്ന് ടി കോമൺ എടുത്തു. ആ കിട്ടിയ ടി കോമൺ എടുത്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ ഒരു വെക്ടറിൻ്റെ സ്പാനായിട്ട് നമുക്ക് കേർണലിനെ എഴുതാൻ പറ്റും. പിന്നെ അത് ലീനിയർലി ഒറ്റ ഒരാളല്ലേ ഉള്ളൂ, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? അത് ബേസിസ് ആണെന്ന് പറയാം. ഈ ബേസിസിനകത്ത് എത്ര പേരുണ്ട്? ഒരാളല്ലേ ഉള്ളൂ. അപ്പം അതാണ് നള്ളിറ്റി 1 ആയത്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അത് ഇന്നലത്തേത് പഠിച്ചിട്ട് വന്നവരാണെങ്കിൽ ഡൗട്ട് കാണത്തില്ല, കുഴപ്പമില്ലല്ലോ. അടുത്തതിലോട്ട് പോട്ടെ. അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ എന്ത് കണ്ടുപിടിക്കാനാ? റേഞ്ച് കണ്ടുപിടിക്കാനാ. റേഞ്ച് കണ്ടുപിടിക്കാൻ എൻ്റെ ഈ ആൻസറിൽ മൊത്തം ഒന്നും എഴുതിയിട്ടില്ല. അതിനകത്ത് ജസ്റ്റ് റേഞ്ച് കണ്ടുപിടിക്കാൻ എ എന്ന് പറയുന്ന മെട്രിക്സ് അതുപോലെ എഴുതി, അതിൻ്റെ റോ റെഡ്യൂസ്ഡ് ഇക്വലോൺ ഫോം എഴുതി. അടിയിൽ 2 0 ആയി. അടിയിൽ 2 0 ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫസ്റ്റ് കോളം മാത്രമാണ് എയുടെ ഫസ്റ്റ് കോളം, അതായത് 3 - 9 ആണ് വരുന്നത്. 3 - 9ൻ്റെ സ്പാനാണ് റേഞ്ച്. ബേസിസ് എന്ന് പറയുന്നത് ഒറ്റ ആളല്ലേ ഉള്ളൂ, അപ്പോൾ അത് എഴുതി. ഇനി അതിൻ്റെ റെഡ്യൂസ്ഡ് രീതിയിലാണ് എഴുതിയത്. 3 - 9 എന്നുള്ളതിന് നിങ്ങൾ 1 - 3 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, റെഡ്യൂസ് ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ അതിനകത്ത് ഒരാളല്ലേ ഉള്ളൂ, അപ്പം റാങ്കും 1 ആണ്. ഡൗട്ട് ഉണ്ടോ?
ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ അടുത്ത ഇതിലോട്ട് പോവാ. ഓക്കെ, അപ്പൊ ഇനി നമുക്കൊരു 2 കുഞ്ഞു ടോപ്പിക് കൂടെ ഉള്ളൂ. അതിനകത്ത് ആദ്യത്തെ ടോപ്പിക്ക് വളരെ സിമ്പിൾ ആണ്. മെട്രിക്സ് സ്റ്റാൻഡേർഡ് ബേസിസ് വെച്ചിട്ട് ചെയ്യാനുള്ളത് എളുപ്പമാണ്. പിന്നെ നോൺ സ്റ്റാൻഡേർഡേ ഉള്ളൂ ഒരു ഇച്ചിരി ലെങ്തി ആയിട്ട് വരുന്നത്. കൺഫ്യൂസിങ് ആണ് ചെറുതായിട്ട്, പക്ഷെ കുഴപ്പമില്ല. അപ്പം നമുക്ക് ആദ്യത്തേലോട്ട് പോകാം. അതായത് സ്റ്റാൻഡേർഡ് ബേസിസ് വരുമ്പോൾ മെട്രിക്സ് എ കണ്ടുപിടിക്കാൻ നോക്കുക. ഓക്കെ, പോകാം അതിലോട്ട്. വിസ്മയ, പോകാം സ്റ്റാൻഡേർഡ് ബേസിസിലോട്ട്. ഏത് ലാസ്റ്റ് ക്വസ്റ്റ്യനകത്ത് എവിടെയാ പ്രശ്നം എന്നൊന്ന് പറയാവോ? നീ ടെൻഷനാവണ്ട, പറ എവിടെയാ പ്രശ്നം? അതിന്റെ ഏത് പാർട്ടാ പ്രശ്നം? സി ആണോ, ഡി ആണോ, എ ആണോ, ബി ആണോ?